ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ സാധനത്തിൻ്റെ MTTFും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോന്നിൻ്റെ എന്താ λ1, λ2, λ3. അപ്പോൾ നമ്മൾ നേരത്തെ MTTF എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ റിലയബിലിറ്റിയുടെ MTTFിൻ്റെ ഫോർമുല വെച്ച് തന്നെയാണ് കണ്ടുപിടിച്ചത്. 0 to ∞ R(t)dt അല്ലേ, ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കിവിടെ എന്തറിയാം, ഇവിടെ റിലയബിലിറ്റിയാണ് ഇവിടെ മാറുന്നത്. റിലയബിലിറ്റി ഇത്തവണ എന്താണ്? R1 + R2 + R3 പ്ലസ് R1 R2 മൈനസ് R1 R2 മൈനസ് R2 R3 മൈനസ് R1 R3 പ്ലസ് R1 R2 R3 അങ്ങനെയാണ് വരുന്നത്. രണ്ടെണ്ണം ആണെങ്കിൽ R1 + R2 മൈനസ് R1 R2 എന്ന് വന്നേനെ. അപ്പോൾ ഇവിടെ ഞാൻ 3 എണ്ണമുള്ള കേസ് തന്നെ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മൊത്തം എഴുതുന്നില്ല, പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ സാധനം ഇത് ഞാൻ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ സാധനം ഞാൻ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് ഞാൻ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് R1 R2 R3 എന്താണെന്ന് അറിയാം. R1 = e⁻ λ1t ആണെന്ന് അറിയാം. R2 e⁻ λ2t ആണെന്ന് അറിയാം. R3 e⁻ λ3t ആണെന്ന് അറിയാം. നമ്മൾ സീരിയസ്ലി ചെയ്ത അതേ പ്രൊസീജിയറാണ് പാരലലും ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താണ് ഒരു എക്സ്പ്രഷൻ കിട്ടും. ആ എക്സ്പ്രഷൻ നമ്മൾ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് എന്താ, MTTF എന്ന് പറഞ്ഞാൽ എന്താ, 1/λ ഓഫ് സിസ്റ്റം. അതാണ് MTTF. അതും ഇപ്പുറത്ത് കിട്ടുന്ന എക്സ്പ്രഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് കിട്ടും. അതിലാവശ്യമുള്ള നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന ഈ ഫൈനൽ റിസൾട്ടും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കത് ഡിപ്പെൻസ്, രണ്ട് കോമണുള്ള സിസ്റ്റമാണോ 3 കോമണുള്ള സിസ്റ്റമാണോ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്കത് കിട്ടും. എന്ന് പറഞ്ഞാൽ സപ്പോസ് 2 കോമണുള്ളതാണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ 1/λ സിസ്റ്റം ഈക്വൽ ടു 1/λ1 പ്ലസ് 1/λ2 മൈനസ് 1/λ1 പ്ലസ് λ2 ഇങ്ങനെ കിട്ടും. ഇനി സപ്പോസ് 3 എണ്ണമാണെങ്കിൽ 1/λ സിസ്റ്റം ഈക്വൽ ടു 1/λ1 പ്ലസ് 1/λ2 പ്ലസ് 1/λ3 മൈനസ് 1/λ1 പ്ലസ് λ2 മൈനസ് 1/λ, മനസ്സിലായില്ലേ, 2 പ്ലസ് λ3 മൈനസ് 1/λ1 പ്ലസ് λ3 പ്ലസ് 1/λ1 പ്ലസ് λ2 പ്ലസ് λ3. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായില്ല. അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇന്നത്തെ ആൻസർ കിട്ടും. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തത്. നമുക്ക് കിട്ടിയ ഫസ്റ്റ് അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പോൾ അതിൽ എന്തായാലും ഇതിൻ്റെ സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്, സൊല്യൂഷനും സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്.